ആൻഡ് ഈ ഒരു ടൂർണമെന്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം എക്സ്ലാൻഡ് സിറ്റിയുടെ കംബാക്ക് വരുന്നതായിരിക്കും. ടി വി എത്തി ഇഷ്ടത്തേട്ടിയുടെ അടുത്തോട്ട് ടി വി വേഴ്സസ് എൽ ക്ലാസിക്കോ. വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ടീമിനെ ടി വി അവിടെ 4 പ്ലെയേഴ്സിന് 5 പ്ലേയേഴ്സിനെ വെച്ച് ടി വി അവിടെ ഈസ്റ്റിയെ വൈപ്പ് ഓഫ് ചെയ്യുന്നു. എന്റെ പൊന്നോ, here we go. 4TG versus DW നടക്കാനുള്ള ചാൻസ് ഉണ്ട്. CID വേഴ്സസ് റാനും നടക്കാൻ ചാൻസ് ഉണ്ട്. അവർ ഒരുമിച്ച് ഇറങ്ങിയിരിക്കുന്നത്. സോ എല്ലാ ടീമുകളും ഫൈറ്റ് എടുത്ത് കളിക്കുക. കാരണം ഈ ഒരു ഗ്രൂപ്പിന്റെ ലാസ്റ്റ് മാച്ചാണ്. ഫൈറ്റ് എടുത്ത് കളിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ എന്തൊക്കെ അടിയും വഴക്കുകളും ആണെന്നൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് എല്ലാവരുടെയും സമയം പോകുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ. ഈ ടൂർണമെന്റ് ആ ഒരു എല്ലാവരും മറ്റേ ബിഗ് ബോസ് ഒക്കെ കാണുന്നത് പോലെ റെഗുലർ ആയിട്ട് വന്ന് കണ്ട് കുറേ പേരുണ്ട്. അതെനിക്ക് എന്തായാലും അറിയാം. പക്ഷെ ഈ ഒരു ടൂർണമെന്റ് നാളെയും കൂടിയേ ഉള്ളൂ നിങ്ങൾക്ക് ആ എൻജോയ്മെന്റ് എന്ന് പറയണത്. സോ ഈ ഒരു ടൂർണമെന്റ് നാളെ ഫിനിഷ് ഓഫ് ആവും. സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. മറ്റന്നാൾ തൊട്ട് നിങ്ങൾക്ക് ഈ ടൂർണമെന്റ് മിസ് ചെയ്യും. ആ പാട്ടും കൂടെ കേട്ട് ഈ ഡയലോഗും കൂടെ ആയപ്പോഴത്തേക്ക് മറ്റന്നാൾ തൊട്ട് നിങ്ങൾക്ക് ഈ ടൂർണമെന്റ് മിസ് ചെയ്യുന്നതായിരിക്കും. ഇന്നും കൂടെ എന്റെ കൊണ കേട്ടാ മതി, നാളെയും കൂടെ കേട്ടാ മതി എന്റെ കൊണ. അപ്പൊ ഒരാഴ്ച റെസ്റ്റ് അല്ലേ ബ്രോ? അയ്യോ അല്ലല്ല, ഞങ്ങള് ഫൈനൽസ് പുഷ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ സിമുലേറ്റർ അത് ഗ്യാപ്പ് എടുത്താൽ ശരിയാവൂല. എല്ലാരും ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. ഒരു പ്ലെയർ ഫിനിഷ് ചെയ്തു ഓൾറെഡി CID റാനിത്തെ. സോ ഗൈസ് ഈ ഒരു ടൂർണമെന്റ് റാനിലെ പ്ലെയറിന് CID നല്ല ടാഗ് കൊടുക്കുന്നു. ആൻഡ് ഈ ഒരു ടൂർണമെന്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം എക്സ്ലാൻഡ് സിറ്റിയുടെ കംബാക്ക് വരുന്നതായിരിക്കും. ആൻഡ് വി വിൽ ബി ലോഞ്ചിങ് എക്സ്ലാൻഡിസ് വിത്ത് ദ പ്രൈഡ്. എക്സ്ലാൻഡ് സിറ്റി പോയതിലും പവറോട് കൂടി തിരിച്ച് വരുന്നതായിരിക്കും. ടൂർണമെന്റ് കഴിഞ്ഞൊരു മാക്സിമം 2-3 ഡേയ്സിനകത്ത് തന്നെ സെർവർ ലോഞ്ച് ഉണ്ടാവും. സോ നമ്മുടെ സെർവറിന് വേണ്ടിയിട്ട് ഒരു ലോഞ്ച് സോങ് നമ്മുടെ തോമ ചെയ്തിട്ടുണ്ട്. ആൻഡ് സിനിമാറ്റിക്സ് ബൈ ഷൗട്ടെക്സ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാം കൊണ്ട് നമ്മുടെ സിറ്റി തിരിച്ച് പവറിൽ തന്നെ കൊണ്ടുവരാനുള്ള എല്ലാ പരിപാടികളും എക്സ്ലാൻഡിസിന്റെ അഡ്മിൻ ബാക്ക് എൻഡിൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ DW വേഴ്സസ് KBZ റോസ് അവിടെ ജൂണിനെ അവിടെ നോക്കാക്കുന്നു. ലോക്കി അവിടെ റാനിലൊരു പ്ലെയറിനെ നോക്കാക്കുന്നുണ്ട്. CID മൗണ്ട് ഇവിടെ CID DW KBZ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് എടുത്ത് കളിക്കാനുള്ള ഒരു പ്ലാനിലാണ്. നമുക്ക് നോക്കാം. KBZ വേഴ്സസ് BNB. കൈമി അവിടെ അച്ചാറിനെ നോക്കാക്കുന്നു. ട്രാവിസ് സ്കോട്ട് അവിടെ BNB തീപ്പരിയെ നോക്കാക്കുന്നു. MG ഐസൺ അവിടെ നോക്ക് ഫിനിഷ് എടുക്കുന്നു. KBZ റോസ് അവിടെ ജൂണിനെ നോക്കാക്കുന്നു. ട്രാവിസ് സ്കോട്ട് അടുത്തൊരു ഫിനിഷ് എടുക്കുന്നു. KBZ അച്ചാർ BNB രമണൻ ഒരു പിക്ക് എടുക്കുന്നു. KBZ MG ഐസനെ ഫിനിഷ് ഓഫ് ആക്കുന്നു. BNBക്ക് 4 പ്ലേയേഴ്സ് മാത്രമാണോ ബാക്കി? ആൻഡ് BNB തിരിച്ചു പിടിക്കുകയാണോ കളി? KBZ വേഴ്സസ് BNB. ആൻഡ് KBZ ക്രിസ്മലോ അവിടെ BNBയിൽ ഒരു പ്ലെയറിനെ നോക്കാക്കുന്നു. KBZ വേഴ്സസ് BNB. ആൻഡ് ഇവിടെ റോസ ഷേക്സ്പിയറിനെ നോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഷേക്സ്പിയർ നോക്കായിട്ടില്ല. ഷേക്സ്പിയർ DW ബ്ലേഡ് അവിടെ നോക്കാവുന്നു. KBZ മാക്സ്വെൽ അവിടെ നോക്കാവുന്നു. 4TGയുടെ തേർഡ് പാർട്ടി വരുന്നുണ്ടോ? അതെ, ക്ലോസിംഗ് ചെയ്യുന്നു അവര്. 4TG അവിടെ കറക്റ്റ് സമയത്ത് ക്ലോസിംഗ് ചെയ്യുന്നു. ആൻഡ് BNBയിലെ ഒരു പ്ലെയർ കൂടെ ആണോ? BNBയിലെ ഒരു പ്ലെയർ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. BNBയിലെ 4TG എത്തി. അവിടെ BNB വൈപ്പ് ആവുന്നു. പക്ഷെ KBZനെ ആശ്വസിക്കാൻ പറ്റത്തില്ല. 4TG കറക്റ്റ് സമയത്ത് തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുണ്ട്. 4TG വേഴ്സസ് KBZ. പക്ഷെ 4TG ഡയറക്റ്റ് ഒരു അഗ്രഷൻ ആയിട്ട് കാണിക്കില്ല. അവരൊരു നോക്കോ അല്ലെങ്കിൽ ആരെങ്കിലും CID Z30 അടി നടക്കുന്നുണ്ട് കേട്ടോ. CID അവിടെ Z30 ഡക്കാരിയെ നോക്കാക്കുന്നു. Z30 തിരിച്ച് ടോറസ് ദാവൂദിനെ നോക്കാക്കുന്നു. നിൽഗോട്ട് അവിടെ CID ഡിലോസ്ലാഷിനെ നോക്കാക്കുന്നു. ആന്റണി Z30 ടോറസ് അടുത്തൊരു നോക്ക്. ആന്റണി ഒരു നോക്ക്. ഫെക്സർ ഒരു നോക്ക് Z30ക്ക് വേണ്ടിയിട്ട്. CID നല്ല രീതിയിൽ പെട്ടിട്ടുണ്ട്. Z30 അവിടെ കില്ല് സെക്യൂർ ചെയ്യുന്നു. അസീം ഒരു നോക്ക് എടുക്കുന്നു. അഗസ്റ്റിൻ ഒരു നോക്ക് എടുക്കുന്നു. ആൻഡ് ലോക്കി മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. ലോക്കിയാണോ? CIDക്ക് വേണ്ടി ലോക്കി മാത്രം. ആൻഡ് അവിടെ Z30 അവിടെ ഫിനിഷ് ഓഫ് ആക്കുന്നു. CIDയെ വൈപ്പ് ഓഫ് ആക്കി വിടുന്നു. ഇനിഷ്യലി തന്നെ 2 ഗ്യാങ് അവിടെ വൈപ്പ് ആവുന്നു. മൂന്നാമത്തെ ഗ്യാങ് വൈപ്പ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷേ
ഇല്ല കെ.ബി. സൈഡ് പുറകെ വലിഞ്ഞു. KB സൈഡ് വലിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വലിഞ്ഞു. KB സൈഡ് അവിടുന്ന് വലിഞ്ഞു. നല്ലൊരു പൊസിഷൻ എടുക്കുന്നു KB സൈഡ്. KB സൈഡിൽ എത്ര പ്ലേയേഴ്സ് ആണ്? KB സൈഡ് സ്റ്റിൽ 7 പ്ലേയേഴ്സ് അല്ലേ ഉണ്ട്. 4TG വേഴ്സസ് KB സൈഡ്. അപ്ഡേറ്റ് ആയിട്ടുണ്ട് കിൽ പോയിന്റ്. ആൻഡ് ഇവിടെ കില്ല് നോക്കുവാണെങ്കിൽ KB സൈഡ് വിത്ത് 10 കില്ലും, Z30 വിത്ത് 9 കില്ലും, CAD വിത്ത് 3 കില്ലും, DVIL വിത്ത് 3 കില്ലുമാണ്. DVIL കറന്റ് ഈ ഒരു ഇതിൽ നിന്ന് മാച്ചിൽ നിന്ന് അവർ ഔട്ട് ആയിട്ടുണ്ട്. CADയും അതുപോലെ ഔട്ട് ആയിട്ടുണ്ട്. റാൻ നോക്കുകയാണെങ്കിൽ 1 കില്ലാണ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. 4TG 0 ആണ്, El Clasico 0 ആണ്, TVS 0 ആണ്. ഇവിടെ എങ്ങും തന്നെ ഫൈറ്റ് നടക്കുന്നില്ല. ബാക്കിയെല്ലാം Z30 വേഴ്സസ് റാൻ. Z30 ഇവിടെ കില്ല് ഹണ്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് Z30 കളിക്കുന്നത്. അഗ്രസീവ് അപ്രോച്ച് ബൈ Z30. ഇവിടെ നോക്കുവാണെങ്കിൽ Z30യിലെ പ്ലേയേഴ്സ് റാനിന്റെ അടുത്തോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. റാനിലെ പ്ലേയേഴ്സ് കുറച്ച് സ്പ്ലിറ്റപ്പ് ആണ്. Z30 വേഴ്സസ് റാനിലെ സേവ്യ മാത്രമേ ഉള്ളൂ. Z30ക്ക് ഒരു മസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ചാണ്. Z30ക്ക് മാക്സിമം പോയിന്റ് സ്കോർ ചെയ്യാൻ നോക്കണം. പക്ഷേ റാന്റെ സൈഡിൽ നിന്ന് ഇതുവരെ ഒരു ബാക്കപ്പ് സേവിക്ക് വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല. TVA അങ്ങോട്ട് ഒരു തേർഡ് പാർട്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു തേർഡ് പാർട്ടി El Clasico. എല്ലാരും ഇങ്ങോട്ടേക്ക് വരുന്നു. Z30 ഡെവിൻ അവിടെ റാൻ സേവിയെ അടിച്ച് നോക്കാക്കുന്നു. ആൻഡ് റാനിലെ പ്ലേയേഴ്സ് നിൽഗോട്ട് അവിടെ നോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നിൽഗോട്ടിന് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. നിൽഗോട്ട് കറക്റ്റ് സമയത്ത് ടീമിന്റെ അടുത്തേക്ക് ഒരു നല്ല ബാക്കപ്പ് എന്ന് പറയുന്നത്. നിൽഗോട്ടിന്റെ കം ബാക്ക് തിരിച്ചു വന്ന് എന്നെ നോക്കാക്കിയ നിന്നെ ഞാൻ നോക്കാക്കുക എന്നുള്ള രീതിയിലാണ് അവിടെ Z30 നിൽഗോട്ട് കളിക്കുന്നത്. ആൻഡ് ഡെക്കാരിയോ അടുത്തൊരു നോക്കിടുന്നു. ഒരു രക്ഷയില്ലാത്ത ഗെയിം പ്ലേ ഫ്രം Z30. ഫ്രാഗിങ് Z30 എല്ലാ രീതിയിലും കില്ല് സെക്യൂർ ചെയ്യാൻ വേണ്ടിട്ട് കളിച്ചോണ്ടിരിക്കുന്നു Z30. ആൻഡ് അയ്യപ്പദാസ് അവിടെ നോക്കാവുന്നു. റാൻ ടെറർ അവിടെ ടെറർ മാത്രമേ ഉള്ളൂ. ബാക്കി TVA ക്ലോസിംഗ് ഇൻ ചെയ്യുകയാണ് ഈ ഫൈറ്റിലേക്ക്. ഫ്ലാങ്ക് വരുന്നുണ്ട്. TVയുടെ ഒരു ഫ്ലാങ്ക് വരുന്നുണ്ടാവും. TVA എത്തി Z30യുടെ അടുത്തോട്ട്. TVA ജുഗുറു അവിടെ Z30 ആന്റണിയെ നോക്കാക്കി ഫിനിഷ് ആക്കി കളയുന്നു. TVA വേഴ്സസ് Z30. നിൽഗോട്ടിന് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. TVA വേഴ്സസ് Z30. നിൽഗോട്ട് അവിടെ നിൽഗോട്ടിനെ അവിടെ മുമ്പത്തെ കില്ല് സെക്യൂർ. നിൽഗോട്ടിന് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. TVA വേഴ്സസ് Z30. ഓഡിസ്റ്റിക്ക് നല്ല അവിടെ ഡെവിൻ നോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഡെവിനെ അവിടെ നോക്കാൻ പോകുന്നു തോന്നുന്നു. ഡെവിൻ നോക്കായി, സ്നൈപ്പ് നോക്കാക്കി ഡെവിനെ ഫിനിഷ് ചെയ്ത് കളയുന്നു. ആൻഡ് TVA വേഴ്സസ് Z30. ഡെസ്ട്രോ അടുത്തൊരു നോക്കിടുന്നു. നീലകണ്ഠർ ഒരു നോക്കിടുന്നു. ഒഡിസ്റ്റിയെ അവിടെ സ്നൈപ്പ് നോക്കിടുന്നു. ഡെസ്ട്രോഡ് അടുത്ത് നോക്ക്. 5 പ്ലേയേഴ്സ് മാത്രം Z30ക്ക് ബാക്കി. റൈറ്റ് റൊട്ടേഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. 5 പ്ലേയേഴ്സ് മാത്രം ബാക്കി Z30ക്ക്. ബാക്ക് ഓഫ് ചെയ്യാൻ തോന്നുന്നു. ബാക്ക് ഓഫ് ചെയ്യുന്നു. നല്ലൊരു മോളറ്റോ. അഗസ്റ്റിൻ പെട്ടു. അഗസ്റ്റിന് ആ ഫൈറ്റ് ജയിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. El Clasico തൊട്ട് ബാക്കിൽ എത്തിയിരിക്കുന്നു. TVയുടെ ബാക്കിൽ El Clasico എത്തിയിരിക്കുന്നു. El Clasico വേഴ്സസ് TVA. El Clasico വേഴ്സസ് TVA നടക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. TVക്ക് പണി പാളാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. TVA വേഴ്സസ് El Clasico. TVയുടെ തൊട്ട് പുറകിൽ El Clasico എത്തി. പക്ഷേ TVക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. El Clasico അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാച്ച് എൻഡ് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. TVA വേഴ്സസ് El Clasico. TVക്ക് നല്ല കാഷ്വാലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. കവർ കയറാൻ പറ്റിയിട്ടില്ല. സാവേജ് അവിടെ നോക്കായി. പക്ഷേ സാവേജിനെ ഫിനിഷ് ഓഫ് ആക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സാവേജ് അവിടെ ഫിനിഷ് ആവുന്നു. സാവേജ് ഫിനിഷായി. 9 പേരെ വെച്ച് TVക്ക് കളിക്കേണ്ട സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുന്നു. ആൻഡ് ഇവരെല്ലാം സോണിലേക്ക് പോകുന്നുണ്ടോ? സോൺ ഇപ്പൊ ക്ലോസ് ആവും. സോണിനകത്ത് ആരും തന്നെ ഇല്ലേ? ആൻഡ് El Clasico ടോറസ് അവിടെ സോൺ ഔട്ട് ഓടി പോവാണ്. ടോറസിന് അടികൊട്ടുന്നുണ്ട് നല്ല രീതിയിൽ. TVA റൊട്ടേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സാവേജിനെ മാത്രം അവിടെ ഫിനിഷ് ഓഫ് ആക്കി കളഞ്ഞിരിക്കുന്നു. El Clasicoയും അതേ റൊട്ടേഷൻ എടുക്കുന്നുണ്ട്. TVക്ക് നല്ലൊരു പണി പാളാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അവരവരുടെ ലെഫ്റ്റ് ആംഗിളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. TVA ഡിസഡ്വാൻറ്റേജിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ലെഫ്റ്റ് ആംഗിളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. സ്നൈപ്പിന് പണി പാളാനുള്ള ചാൻസ് ഉണ്ട്. സ്നൈപ്പ് അവിടെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടാഗ് കൊടുക്കുന്നുണ്ട്. TVA വേഴ്സസ് El Clasico. TVA ഓൾറെഡി 4 കില്ല് മാത്രമേ സെക്യൂർ ഉള്ളൂ. സ്റ്റീവിന് അവിടെ പണി പാളാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അവരുടെ റൈറ്റ് ആംഗിളിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. TVക്ക് നല്ല കാഷ്വാലിറ്റീസ് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നല്ല ടാഗ് ഇടുന്നു. സ്റ്റീവ് അവിടെ നോക്കാവുന്നു. വോട്ടെക്സ് അവിടെ സ്റ്റീവിനെ നോക്കാക്കുന്നു. സ്നൈപ്പ് അവിടെ നോക്കാവുന്നു. സ്നൈപ്പിനെ ഇൻസ്റ്റന്റ് ആക്കി ഫിനിഷ് ചെയ്ത് കളയുന്നു. 7 പ്ലേയേഴ്സ് മാത്രം TVക്ക് ബാക്കി. റൈറ്റ് ആംഗിൾ ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയാണ്. ഡെസ്ട്രോയ്ക്ക് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. ഡെസ്ട്രോയ്ക്കും എല്ലാ പ്ലേയേഴ്സിനും അത്യാവശ്യം നല്ല ടാഗ് കിട്ടുന്നുണ്ട്.
ഡെസ്ട്രോ അകത്ത് കയറിയിട്ടുണ്ട്. ടിവിയെ നല്ല സ്പ്ലിറ്റപ്പ് ആയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡെസ്ട്രോയെ അവിടെ സ്പോട്ട് ചെയ്തു. അവിടെ മുകളിലോട്ട് ഇട്ടിട്ട് പോയി ഡോറിൽ. ആൻഡ് ടിവിയുടെ അടുത്തൊരു പ്ലെയർ നോക്കാവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഡെസ്ട്രോ ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടില്ല. ഈസി അവിടെ പുഷ് ചെയ്ത് കയറുവാണ്. ആൻഡ് ടിവിക്ക് നല്ലൊരു ഡിസഡ്വാൻറ്റേജ് വരാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ടിവി വേഴ്സസ് എൽ ക്ലാസിക്കോ. ടിവി വേഴ്സസ് എൽ ക്ലാസിക്കോ. വീണ്ടും എൽ ക്ലാസിക്കോ അവരുടെ റൈറ്റ് ആംഗിളിൽ മാത്രമേ കളിക്കത്തുള്ളൂ എന്നുള്ള ഉറപ്പോടുകൂടി അവിടെ 4TG വേഴ്സസ് KB നടക്കുന്നു. 4TGയുടെ പ്ലെയർ 3 പേരെ നോക്കാക്കി. ഡെസ്ട്രോ അവിടെ ക്വാർട്ടറിനെ നോക്കാക്കുന്നു. ഡെസ്ട്രോ പുറകിൽ നിന്ന് വന്നിരിക്കുന്നു. ഡെസ്ട്രോ അവിടെ ക്വാർട്ടറിനെ നോക്കാക്കി. ഓ വില്ലു താഴോട്ട് വീഴുന്നു. വില്ലു താഴോട്ട് വീണു. വില്ലു താഴെ വീണു പോയി അറിയാതെ. വില്ലു പ്രൊഫസർ താഴെ വീണ്ടിരിക്കുന്നു. ആൻഡ് അവിടെ 4TG അവിടെ വില്ലു ആയില്ല, നോക്കായിട്ടില്ല. പക്ഷെ വില്ലു നോക്കായിട്ടില്ല. അവരവരുടെ റൈറ്റ് ആംഗിളിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് ആംഗിളിൽ കയറാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈസിയുടെ പ്ലെയറിനെ അവിടെ റിവൈവ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ ബാക്ക് ടു 10 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ബാക്ക് ടു 10 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ടിവിയെ നല്ല സ്പ്ലിറ്റപ്പ് ആണ്. ടിവിക്ക് നല്ല ടാഗ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അഡ്വാൻറ്റേജ് ഈസിക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം നോക്കാം. ഈസി നോക്കുവാണെങ്കിൽ അവരുടെ റൈറ്റ് ആംഗിൾ മാത്രമേ. വോൾട്ടിന് അവിടെ സ്വന്തം ടീമിലെ ഒരു പ്ലെയറിനെ അടിച്ച് നോക്കാക്കിയിരിക്കുന്നു. വോൾട്ടിന്റെ ഒരു മിസ്ഫയർ. ആൻഡ് നട്ടാമി അവിടെ നോക്കാവുന്നു. നട്ടാമി അവിടെ നോക്കാവുന്നു. വില്ലു പ്രൊഫസർ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു റൈറ്റ് ആംഗിളിലേക്ക്. അവിടെ ഒരു ഫൈറ്റ്. ഓ ഇറ്റാച്ചി അവിടെ നീല അവിടെ നോക്കാവുന്നു. ഇറ്റാച്ചി അവിടെ ഒരു നോക്ക് എടുക്കുന്നുണ്ട്. ഇറ്റാച്ചിയുടെ സൈഡിൽ നിന്ന് ഒരു നോക്ക്. നീലകണ്ഠൻ ഒരു നോക്ക്. ഇറ്റാച്ചിയുടെ അടുത്തൊരു നോക്ക്. ബാബയെ നോക്കാക്കുന്നു. ഈ നീലകണ്ഠന്റെ അടുത്തൊരു നോക്ക്. മൂന്നാമത്തെ നോക്ക് പോയി. നീലകണ്ഠന്റെ മൂന്നാമത്തെ നോക്ക്. നീലകണ്ഠന്റെ 4ാമത്തെ നോക്ക്. വോൾട്ടിൽ അവിടെ നോക്കുന്നു. ജുഗ്രു. എന്റെ പൊന്നെ ജുഗ്രു നീലകണ്ഠന്റെ അടുത്ത് നോക്ക്. MC വോട്ടക്സിനെ ജുഗ്രു നോക്കാക്കുന്നു. What the fuck? സീൻ. One of the strongest ടീമിനെ ടിവിയെ അവിടെ 4 പ്ലെയേഴ്സിന് 5 പ്ലേയേഴ്സിനെ വെച്ച് ടിവിയെ അവിടെ ഈസ്റ്റിയെ വൈപ്പ് ഓഫ് ചെയ്യുന്നു. എന്റെ പൊന്നോ. ഡെസ്ട്രോ ബാക്ക് സ്റ്റാബ് അത് കറക്റ്റ് ടൈമിംഗിൽ ഒരു രക്ഷയില്ലായിരുന്നു. ബാക്കപ്പ് ആയിരുന്നു അത്. പിന്നെ അവിടെ ഒരു Here we go. ടീം നോക്ക് വന്നത് അവർക്ക് നല്ല രീതിക്ക് ഡിസഡ്വാൻറ്റേജ് ആയി. മല കയറാൻ പറ്റിയില്ല അവർക്ക്. അവർ വിചാരിച്ച ഒരു ടൈമില്. എന്റെ പൊന്നു എന്താണ് ഇപ്പൊ കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും നമുക്ക് നോക്കാം. Z30യുടെ തൊട്ട് താഴെയായിട്ട് ടിവിയെ 14 ഫ്രാഗോട് കൂടി തിരിച്ചു വന്നിരിക്കുന്നു. 14 ഫ്രാഗ്. പക്ഷേ അവര് ഇനി ഒരു 3-4 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂല. ആ 5 പ്ലേയേഴ്സ് മാത്രമേ ടിവിക്ക് ഇനി എലൈവ് ആയിട്ടുള്ളൂ. ഈ 5 പേരെ വെച്ച് ഫൈറ്റ് എടുക്കണം അവർക്ക്. കറന്റ്ലി 15 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. 14 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട് ടിവിയെ. 15 പോയിന്റ് ആണ് Z30 സെക്യൂർ ചെയ്തേക്കുന്നത്. Z30ക്ക് ഒരു പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു. അല്ല 4 പ്ലേയേഴ്സ് ഉണ്ടല്ലോ Z30ക്ക്. ആൻഡ് ഇനി ഒരു സോൺ ക്ലോസ് ചെയ്യാതെ അടുത്തൊരു ഫൈറ്റ് വരാനുള്ള ചാൻസ് ഇല്ല. കാരണം എല്ലാവരും സ്പ്ലിറ്റപ്പ് ആയി പലയിടത്താണ്. വലിയൊരു സോണാണ്. നമുക്ക് നോക്കാം. സോൺ ഒന്നൊന്നും ആവുന്നതിന് മുന്നേ എത്ര പ്ലേയേഴ്സ് ഇനി ബാക്കിയുള്ളേ? ആദ്യമായിട്ടാണ് ഒരു സെമി ഫൈനലിൽ നമ്മൾ ഇങ്ങനെ ഒരു സോൺ കാണുന്നത്. കാരണം 3ാമത്തെ മാച്ച് ആയതുകൊണ്ട് ക്വാളിഫൈ ആവാത്ത ടീമുകളെല്ലാം കില്ലെടുത്ത് ക്വാളിഫൈ ആവുന്ന രീതിയിൽ കളിച്ചു. അതുകൊണ്ടാണ് ഇനിഷ്യലി നമുക്ക് അത്രയും ഫൈറ്റ് വന്നത്. 4 ടീമും 19 എലയും മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഈ വലിയ സോണില്. ഒരു രക്ഷയില്ലാത്ത കളി. ഇനി സോണില് ഇപ്പൊ ഉള്ളത് EVA സോണില് തന്നെ ഉണ്ട്. നമ്മുടെ Z30 അവര് 4 പ്ലെയേഴ്സ് സോണിലുണ്ട്. ആൻഡ് TGA സോണിൽ എൻ്റർ ചെയ്തു. റാനിലെ ഒരു പ്ലെയറും ഉണ്ട്. ഫുൾ മാൻ അഡ്വാൻറ്റേജ് ഉള്ളത് TGAക്ക് മാത്രമാണ് കറന്റ്. ആൻഡ് അടുത്തൊരു സോൺ എങ്ങോട്ട് ഷിഫ്റ്റ് നമുക്ക് നോക്കാം. സോൺ ഷിഫ്റ്റിംഗ് ടിവിയുടെ സൈഡിലേക്ക്. അഗെയിൻ അഡ്മിൻ ടിവിയുടെ കൂടെ തന്നെയാണ് സപ്പോർട്ടായിട്ടുള്ളത്. ഇതൊരു ഫേവറിസം ആകുമോ? ആൻഡ് നമുക്ക് നോക്കാം. ടിവിയെ വേഴ്സസ് 4TG വേഴ്സസ് റാൻ വേഴ്സസ് Z30 ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. 4 ടീമും 19 പ്ലേയേഴ്സും മാത്രമേ ഇലയുള്ളൂ. 19 പ്ലേയേഴ്സ് ആണ് ഈ ഒരു ഇത്രയും വലിയ സോണില്. ഇനി അടുത്തെങ്ങും ഇവര് കൂട്ടുമുട്ടിയോ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും നോക്കി നോക്കാം. ഒരു DJ ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നു. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ
എല്ലാരും ഉറക്കം മാറിയല്ലോ അല്ലേ? എല്ലാവരുടെ ഉറക്കമൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു. നോക്കുവാണെങ്കിൽ ഇവിടെ പ്ലെയർ സെന്റർ ഓഫ് ദ സോണിൽ ടി വി അവിടുന്ന് വെളിയിലോട്ട് പോവാണോ അടിക്കാൻ വേണ്ടിയിട്ട്? അതെ. സോണിലെങ്ങും ആരുമില്ല, എല്ലാരും ഫൈറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. 4TGയും അതുപോലെ ഫൈറ്റ് എടുക്കാൻ പോകുന്നു, ടിവിയും അതുപോലെ തന്നെ ഫൈറ്റ് എടുക്കാൻ പോകുന്നു. ഒരാൾ മാത്രം ഡയറക്ഷനിൽ തിരിഞ്ഞോടുന്നു. റൺ റൺ. Here we go. നമുക്ക് നോക്കാം ആരൊക്കെ തമ്മിൽ ഫൈറ്റ് ആവുമെന്ന്. Z30 ടാർഗറ്റ് വെച്ചിട്ടാണ്. റാൻ ഒരു മരമായി മാറി അവിടെ. റാൻ അവിടെ ഒരു മരമായി മാറിയിരിക്കുന്നു. ആൻഡ് അസീം ഇവിടെ നോക്കുവാണെങ്കിൽ സോൺ ക്ലോസിംഗ് ആണ്. അടുത്തൊരു സോൺ എങ്ങോട്ട് വരുമെന്ന് നമുക്ക് നോക്കാം. സോൺ കമ്മിങ്. ആൻഡ് ഈ ഒരു സോൺ എങ്ങോട്ട് പോവും? ഇവിടോട്ടായിരിക്കും മിക്കവാറും വരുന്ന, ആരും ഇല്ലാത്തടത്തോട്ട്. ആ ഒരാൾ എനിക്ക് ഇടത്തോട്ട് വന്നല്ലോ. ഇല്ല, ഇത്തവണ വീണ്ടും ഫ്ലൈറ്റ്. നമുക്ക് നോക്കാം. സോൺ ഇവിടെ വരാനാണ്. മലക്കപ്പാറ. ആരുടെ സോൺ ആരുടെത്തോട്ടും വന്നില്ല. പക്ഷെ TV വേഴ്സസ് 4TG ആവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് അവിടെ. അതെ, TV വേഴ്സസ് 4TG ആയിരിക്കുന്നു. TV വേഴ്സസ് 4TG ടാഗ് കൊടുക്കുന്നു നല്ല രീതിയിൽ. പക്ഷെ 4TG ആ ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. TV വേഴ്സസ് 4TG നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ടാഗുകൾ കൊടുക്കുന്നു. TV വേഴ്സസ് 4TG. Z30 ഈ ഒരു സമയത്ത് ബാക്ക് സ്റ്റാബ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കി വെക്കാം. ബാക്ക് സ്റ്റാബ്. Z30 സ്റ്റിൽ ഇല്ല, ഞങ്ങൾ ഈ ഫൈറ്റിലേക്ക് ഇല്ല എന്നാണ് Z30 പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. പൊസിഷൻ പോയിന്റ് ആണ് വേണ്ടത്. Z30 അതിനു വേണ്ടി മാത്രമാണ് കളിക്കുന്നത്. കാരണം അവർക്ക് ആവശ്യത്തിനുള്ള കിൽസ് ഓൾറെഡി അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. പോയിന്റ് ടേബിൾ നോക്കുവാണെങ്കിൽ Z30ക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ചാണ് ഇത്. അപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത് S4 ആണ് S3 ആണ്? S3 അല്ലേ? S3 കറന്റ് ദ പോയിന്റ് ടേബിൾ ഇങ്ങനെയാണ് ഗൈസ്. സോ Z30യുടെ തൊട്ടടുത്തായിട്ട് KBSയുടെ 4TG ഉണ്ട്. 4TGക്ക് ഈ ഫൈറ്റ് മസ്റ്റ് ആയിട്ട് ജയിച്ചേ പറ്റത്തുള്ളൂ. സോ Z30ക്കും സർവൈവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. എന്തായാലും നമുക്ക് നോക്കാം. സോ ഇല്ല, 4TG ആ ഒരു ഫൈറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ടോ? ഫൈറ്റ് എടുക്കാൻ നിൽക്കുന്നില്ല ഉണ്ടെന്ന് തോന്നുന്നു. അവര് റൈറ്റ് ആംഗിൾ കയറി വരാനുള്ള ഒരു പ്ലാനാണ്. ആൻഡ് Z30 നോക്കുകയാണെങ്കിൽ വളരെ സേഫ് ആയിട്ട് റൈറ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് അവരുടെ റൈറ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് പോകാനാണ് ഈ ഒരു ഫൈറ്റ്. മാൻ ഡിസഡ്വാൻറ്റേജ് വെച്ചിട്ട് TVയെ കമ്മിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ? അത് കമ്മിറ്റ് ചെയ്തു. മാൻ ഡിസഡ്വാൻറ്റേജ് വെച്ച് TVയെ ഇത് കമ്മിറ്റ് ചെയ്യുവാണ്. അവർ എലിമിനേറ്റ് ആവുകയാണെങ്കിൽ #4-ലായിരിക്കും എലിമിനേറ്റ് ആവാൻ പോകുന്നത്. സ്റ്റിൽ റാനിലെ ഒരു പ്ലെയർ അവിടെ നിൽക്കുന്നതുകൊണ്ട് പൊസിഷൻ പോയിന്റ് അവർക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ബട്ട് ഈവൻ ദോ വിൻ ഓർ ലോസ് TV വിൽ ബി ക്വാളിഫൈങ് ടു ദ ഫൈനൽ. കാരണം ഓൾറെഡി അവർ 14 പോയിന്റ് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ടോപ്പ് ഓഫ് ദ ലോബി ആയതുകൊണ്ട് ഒബ്വിയസ്ലി TVക്ക് ഇപ്പോൾ തന്നെ 68 പോയിന്റ് ആയിട്ടുണ്ട്. എൽ ക്ലാസിക് ഓൾറെഡി വൈപ്ഡ് ആണ്. TVA വിൽ പ്ലേ ദ ഫൈനൽസ് ഓഫ് ഈഗിൾ എക്സ് എക്സ്ലാൻഡിസ് റാംപേജ് PvP ടൂർണമെന്റിലെ ഫൈനൽസിലേക്ക് എന്തായാലും TVA കയറുന്നതായിരിക്കും. ആൻഡ് വെരി ക്രൂഷ്യൽ മാച്ച് ഫോർ TVX വള്ളി ടീം. നല്ലതുപോലെ കില്ലെടുത്ത് കളിക്കാതെ അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ എന്തായാലും പറ്റത്തില്ല. ലാസ്റ്റ് മാച്ച്, ഈ മാച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ലാസ്റ്റ് മാച്ച് ഉണ്ടായിരിക്കുന്നതായിരിക്കും, സെമി ഫൈനലിന്റെ അവസാനത്തെ മാച്ച്. TV പുഷ് ചെയ്യുന്നുണ്ട്. TV പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. TVA പ്ലെയർ ഡിസഡ്വാൻറ്റേജ് ഒന്നും TVA നോക്കുന്നില്ല. നമുക്ക് പുഷ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണ് പ്ലെയർ ഡിസഡ്വാൻറ്റേജിൽ TVA കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റാച്ചി, ജുഗ്രു, നീലകണ്ഠൻ, ഡെസ്ട്രോ, ബില്ലു അടങ്ങിയ പ്ലേയേഴ്സാണ് TVക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പ്ലെയർ ഡിസഡ്വാൻറ്റേജ് നോക്കുന്നില്ല. നല്ല ടാഗ് കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ലെഫ്റ്റ് ആംഗിളിലും റൈറ്റ് ആംഗിളിലും TGയുടെ പ്ലേയേഴ്സ് അവിടെ ഹോൾഡ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. Z30 സോണിലകത്തേക്ക് എത്തുവാണ്. Z30 ഫുള്ളി സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതെ. Z30 3 ഡയറക്ഷനിലും 3 പേരാണ് വരുന്നത്. Z30 നോക്കുവാണെങ്കിൽ ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടി എല്ലാ പ്ലേയേഴ്സിനെയും പലയിടത്താണ് കളിപ്പിക്കുന്നത്. ടോറസ് ഇവിടെ, പെക്സർ ഇവിടെ, സിക്കോ ഇവിടെ, അസീം ഇവിടെ. സോ 20 സെക്കൻഡ്സിൽ നമുക്ക് ലേറ്റസ്റ്റ് സോൺ എവിടെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റും. സോ ആർക്കായിരിക്കും ആ സോൺ അഡ്വാൻറ്റേജ് കിട്ടുന്നത്? ആ സോൺ അഡ്വാൻറ്റേജ് നമുക്ക് ആർക്കൊക്കെ എല്ലാ ടീമുകളും സോണിനകത്തുണ്ട്. സോൺ എങ്ങോട്ട് പോകും എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം.
ഈ വട്ടം കൂടെ സോൺ ടിവിയുടെ അടുത്തോട്ട് വന്നാൽ ഉറപ്പിക്കാം അഡ്മിൻ ടിവിയുടെ കൂടെ തന്നെ. സോ നമുക്ക് നോക്കാം. സോൺ മാനേജ്മെന്റ് ഉത്തരവാദിയല്ല. സോൺ അതെ, ഒരു ഫേവർ ടിവിയുടെ അടുത്തേക്ക് കാണിച്ചിരിക്കുന്നു. എഗെയിൻ ടിവിക്ക് സോൺ കിട്ടിയിരിക്കുന്നു. താങ്ക് യു അഡ്മിൻസ്. ഒരാൾ പറന്നു വരുന്നുണ്ട്. ആരാണ് പറന്നു വരുന്നത്? മോക്കിഡ് ബാബ്സ് പറന്നു വന്നിറങ്ങി. ഓ, നിലത്തിറങ്ങിയത് മതി. ബഗ്ഗായ പ്ലേസിനെ തിരിച്ചു കയറ്റുന്ന അങ്ങനെയാണാ. അങ്ങനെ അപ്പൊ ഒരു 10 പേരായല്ലോ. ഒരു 10 പേരായോ? ആ അല്ല 9, സ്റ്റിൽ 9. ഇല്ല 8 1 9. 4 ടീമുകളും 9 പേരുണ്ട്. അതില് ക്യാപ്സ് ഡൗൺ ഡൗൺ ആയോ? റാനിലെ പ്ലെയറിനെ സ്പോട്ട് ചെയ്തിരിക്കുന്നു. റാൻ ശശികുട്ടൻ. ശശികുട്ട മരത്തിന്റെ ചുറ്റിലിരിക്കാണ്. ഓക്കെ പുഷിംഗ്. ആൻഡ് ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണുള്ള എല്ലാ ചാൻസും ഉണ്ട്. റാവു അവിടെ റൈറ്റ് ആംഗിൾ കയറി വരുന്നു. അവന്റെ നോക്കുവാണെങ്കിൽ ടി വി അവരെ സോണി കയറ്റാതിരിക്കാനുള്ളൊരു പരിപാടിയാണ് ചെയ്യുന്നത്. പക്ഷേ പ്ലെയർ ഡിസഡ്വാൻറ്റേജ് ടി വിയെ നല്ലതുപോലെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ടി വിക്ക് നല്ലതുപോലെ ടാഗ് വരുന്നുണ്ട്. അതൊരു വേണ്ടാത്ത ഫൈറ്റ് ആയി പോയെന്ന് തോന്നുന്നു. സ്മോക്കഡ് ബാബ്സ് അവിടെ ഇറ്റാച്ചി ഒരു നോക്കിടുന്നു. അവിടെ ഇറ്റാച്ചി ഒരു നോക്ക്. ഡെസ്ട്രോ അവിടെ നോക്കാവുന്നു. ആൻഡ് രണ്ട് പേര് മാത്രം ബാക്കി. ടി വിക്ക് 3 പേര് മാത്രം ബാക്കി ടി വിക്ക്. ആൻഡ് ഒരാളൂടെ മാത്രം. ഇറ്റാച്ചിക്ക് ഒരു നോക്കില്ല. ടി വി അവിടെ ഫിനിഷ് ഓഫ് ആവുന്നു. 40G അവിടെ ടി വിയുടെ 4 കിൽസ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് ഇത് Z30ക്ക് പണിയാവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം Z30ക്ക് ഇവിടെ പോയിന്റ് ആൻഡ് 40Gക്ക് കില്ല് കുറവാണ് അവർക്ക്. ആൻഡ് ഇവിടെ Z30 40G ക്രിസ്ത്യനെ അവിടെ നല്ല രീതിയിൽ ടാഗ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇവർ പെടാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. സോൺ കില്ല് അവിടെ സോണിലൊരു പ്ലെയർ സ്വന്തമായിട്ട് ഇവിടെ അടിച്ച് നോക്കുന്നുണ്ട്. ടോറസ് ഒരു നോക്ക് എടുക്കുന്നു. സിക്കോ അവിടെ ഇരുന്നു. ടോറസ് അത് ഇൻസ്റ്റന്റ് ഫിനിഷ് ചെയ്ത് ആ ഒരു കിൽ പോയിന്റ് ഇവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ ഫെക്സറിനെ ഓടിച്ചിട്ട് അടിക്കാനുള്ള ശ്രമം. Z30 2 പ്ലേയേഴ്സ് ഉണ്ട് അവിടെ. 2 പ്ലേയേഴ്സ് ഒരു കില്ലും കൂടെ. റാവു അവിടെ അസ്തീമിനെ നോക്കാക്കുന്നു. ഫെക്സറിനെ അവിടെ റബാഡ നോക്കാക്കുന്നു. ടോറസ് മാത്രം ബാക്കി. ടോറസ് ഗോഡക്സിനെ നോക്കാക്കി ഫിനിഷ് ചെയ്യാനുള്ള ശ്രമം. ഫിനിഷ് ചെയ്തു. ടോറസ് ഒരു കില്ലും കൂടെ സെക്യൂർ ചെയ്യുന്നു. ആൻഡ് TGA 40G 17 കില്ലോട് കൂടി 27 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. പക്ഷേ അവർക്ക് അത് അത്രയും പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. 27 വളരെ ഒരു ക്രൂഷ്യൽ പോയിന്റ് ടേബിൾ ആണ്. 27 പോയിന്റും 23 പോയിന്റും നമുക്ക് നോക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ 27 പോയിന്റ് ആകുമ്പോൾ 35 പോയിന്റ് 27 പോകുമ്പോൾ 45 പോയിന്റ് ആണ് 40Gക്ക് വരുന്നത്. ആൻഡ് ഇവർക്ക് നോക്കുകയാണെങ്കിൽ 25 3 പോയിന്റിന് TGA പുറത്തു പോകാനുള്ള ചാൻസസ് വളരെയധികം ഉണ്ട്. വെറും 3 പോയിന്റിന് TGA പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും അതിനകത്ത് 2 കില്ല് ആക്ച്വലി ഫിനിഷ് ചെയ്തുകൊണ്ട് അവർക്ക് 2 പോയിന്റ് കിട്ടിയത്. ആ 2 ക്രൂഷ്യൽ കില്ല് ശ്രദ്ധയെടുത്ത് എന്തായാലും നമുക്ക് നോക്കാം. 40G നോക്കുവാണെങ്കിൽ ആശ്വൻ 17 കില്ലോട് കൂടി 27 പോയിന്റും. Z30 ആഷു ആണ് 17 കില്ലോട് കൂടി 23 പോയിന്റും. TV #3 ആണ് 14 കില്ലോട് 19 പോയിന്റും. KBZ #6 ആണ് 11 കില്ലോട് കൂടി 13 പോയിന്റും. എൽ ക്ലാസിക്ക #5 ആണ് 6 കില്ലോട് കൂടി 9 പോയിന്റും. റാൻ 4 #4 ആണ് 1 കില്ലോട് കൂടി 5 പോയിന്റും. CID #7 ആണ് 3 കില്ലോട് കൂടി 4 പോയിന്റും. ആൻഡ് DVL നോക്കുവാണെങ്കിൽ BNB നോക്കുവാണെങ്കിൽ #8 ആണ് 3 കില്ലോട് കൂടി 4 പോയിന്റുമാണ് ഉള്ളത്. ആൻഡ് നമുക്ക് പ്ലെയർ സ്റ്റാറ്റിലേക്ക് പോവാം. പ്ലെയർ സ്റ്റാറ്റ് നോക്കുവാണെങ്കിൽ 40G കൃഷി എടുത്തിരിക്കുന്നത് 5 കില്ലാണ്. TV നീലകണ്ഠൻ 5 കില്ല് എടുത്തിട്ടുണ്ട്. Z30 ടോറസ് എടുത്തിരിക്കുന്നത് 4 കില്ലാണ്. Z30 നിൽഗോഡ് എടുത്തിരിക്കുന്നത് 4 കില്ലാണ്. 40G ഗോഡക്സ് എടുത്തിരിക്കുന്നത് 3 കില്ലാണ്. ഈസി ബാബ 3 കില്ല് എടുത്തിട്ടുണ്ട്. TV ജുഗ്രു 3 കില്ല് എടുത്തിട്ടുണ്ട്. KBZ റോസ 3 കില്ല് എടുത്തിട്ടുണ്ട്. TV ഇറ്റാച്ചി 3 കിൽ. 40G സ്മോക്ഡ് ബബ്സ് 3 കിൽ. ആൻഡ് CID ലോക്കി 2 കിൽ. And 40G Rabada 2 kill and Destro TV Destro 2 kill and 40G Nevin Austin എടുത്തിരിക്കുന്ന 2 kill and KBZ Travis Scott എടുത്തിരിക്കുന്ന 2 kill. സോ ഇതാണ് കറന്റ്ലി ഉള്ള പ്ലെയർ സ്റ്റാറ്റ് എന്ന് പറയുന്നത്. ആൻഡ്
ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാച്ച് ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും.